പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 9ാം ക്ലാസ്സിലെ ജിസ് ഗലി മേ രഹ്താ ഹൂം എന്ന് പറയുന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. ഈ പാഠഭാഗത്തിൻ്റെ മറ്റു പാർട്ടുകളൊക്കെ നിങ്ങൾ കൃത്യമായി കണ്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാഠഭാഗം കൃത്യമായി മനസ്സിലാക്കിയ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ പാഠത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നാലും അത് ഏതാണെന്നും അതിൻ്റെ ആൻസർ ചർച്ച ചെയ്യുന്നത് ഏത് ഭാഗത്താണ്, ആ സന്ദർഭം ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായ രീതിയിൽ നമുക്ക് ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ സാധിക്കണം. കേവലം പാഠഭാഗം ഇങ്ങനെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് ഭാഷാപരമായി ഒരു വികസനവും ഉണ്ടാവണമെന്നില്ല. തികച്ചും നമ്മൾ പഠിച്ചു എന്നും നമുക്കുള്ള മാർക്കുകൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റിയെന്നുള്ളത് മറ്റുള്ളവർ അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ പാഠഭാഗത്തിൻ്റെയും അഭ്യാസങ്ങൾ, ക്വസ്റ്റ്യൻ ആൻസറുകൾ നല്ല പോലെ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ഭാഷാപരമായ കഴിവ് മറ്റുള്ളവർക്ക് മുന്നിൽ നമുക്ക് തെളിയിക്കാൻ സാധിക്കട്ടെ. ഏതായാലും ആ പാഠഭാഗത്തേക്ക് നമുക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടവ നോട്ട് പുസ്തകത്തിൽ എഴുതാനും ശ്രദ്ധിക്കുക. ലഗ ജൈസെ പാനി നഹി മൗജ് പീ രഹേ ഹോ, യഹാം കിസ് ഹാലത്ത് കി ഓർ സംകേത് ഹൈ. ലഗ തോന്നി, ജയ്സെ എപ്രകാരം, പാനി നഹി ഈ കുടിക്കുന്നത് വെള്ളമല്ല, മറിച്ചോ മൗത്ത് പീ രഹേഹോ മരണത്തെയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ സെന്റൻസിൽ യഹാം ഇവിടെ, കിസ് ഹാലത്ത് കി ഓർ ഏത് അവസ്ഥയിലേക്കാണ്, സംകേത് ഹെ സൂചന നൽകുന്നത്. ഈ ഒരു അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ്, ദയനീയമാണ് എന്നതാണ് വിശദീകരിക്കേണ്ടത്. നോക്കൂ, ദില്ലി കി ഗലി കെ ഘറോമേ, ഡൽഹിയിലെ ഗലി കെ തെരുവുകളിലുള്ള ഘറോമേം വീടുകളിൽ, പാനി ഖത്തം ഹുയേ വെള്ളം തീർന്നുപോയി. ലോക് ജനങ്ങൾ, പാനി കി തലാഷ് മേ വെള്ളത്തിൻ്റെ അന്വേഷണത്തിൽ, ബർത്തൻ ലേക്കർ പാത്രം എടുത്തിട്ട്, നിക്കൽ പടേ പുറപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് പുറപ്പെടേണ്ടി വന്നു. ഷോറെ കെ പാനിക്കോ വെടിമരുന്ന് കലക്കിയ വെള്ളത്തെ, ഘറോമേം വീടുകളിൽ, ലേ ജാക്കർ കൊണ്ടുപോയിട്ട്, ലോക് പീനെ ലഗി ജനങ്ങൾ അത് കുടിക്കാൻ തുടങ്ങി. വിവശതാക്കെ കാരൺ ആ വിവശതയുടെ വിഷമത്തിൻ്റെ കാരണത്താൽ, പ്രയാസത്തിൻ്റെ കാരണത്താൽ, ലോകോംകോ ജനങ്ങൾക്ക്, കഡ്വ ആർ ബദ്ബൂദാർ പാനി ആ കടുവ കയ്പേറിയതും, ബദ്ബൂദാർ വളരെ ദുർഗന്ധം വമിക്കുന്നതുമായ, പാനി വെള്ളത്തെ, പീനാ പഡ്താഹെ കുടിക്കേണ്ടി വന്നു. യഹാം ഇവിടെ, പാനി കെ അഭാവ് കി ഓർ സങ്കേത് ഹെ വെള്ളത്തിൻ്റെ അഭാവത്തിലേക്കാണ് സൂചന നൽകുന്നത്. വെള്ളത്തിൻ്റെ അഭാവമുണ്ടായാൽ എല്ലാ ആളുകളുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഏത് വൃത്തികെട്ട വെള്ളവും കുടിച്ച് ജീവിക്കാനുള്ള അവസ്ഥയായിരിക്കും വന്നു ചേരുക. ദാഹം സഹിക്കാൻ കഴിയാതെ കിട്ടുന്ന ഏതു വെള്ളവും കുടിക്കാനുള്ള ഒരു പ്രവണത അവനിലുണ്ടായിത്തീരും എന്നതാണ്. നോക്കൂ, മറ്റൊന്ന്, ഇൻകോ ഇസ്സത്ത് കെ സാത്ത് ഘർ വാപ്പസ് ചോഡ് ആവോ. കേണൽ ബ്രൗൺ മിർസ ഗാലിബിനെയും കൂട്ടരെയും വീട്ടിലേക്ക് കൊണ്ട് ചെന്നാക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇൻകോ ഇക്കൂട്ടരെ, ഇവരെ, ഇസ്സത്ത് കെ സാത്ത്
അഭിമാനത്തോടുകൂടി, ഇങ്ങോട്ട് അപമാനിച്ചുകൊണ്ടാണ് കൊണ്ടുവന്നതെങ്കിൽ തിരിച്ച് അഭിമാനത്തോടുകൂടി ഘർ വാപ്പസ് ചോട് ആവോ, വീട്ടിലേക്ക് തിരികെ കൊണ്ടാക്കിയിട്ട് വരൂ. ബ്രൗൺ കെ സ്വഭാവ കി, ഈ വാക്കിൽ നിന്നും ബ്രൗൺ കെ കേണൽ ബ്രൗണിൻ്റെ, സ്വഭാവ കി സ്വഭാവത്തിൻ്റെ, കോൺസി വിശേഷത, കോൺസി ഏത് പ്രത്യേകതയാണ്, സ്പെഷ്യാലിറ്റിയാണ്, യഹാം ഇവിടെ പ്രകട് ഹോത്താ ഹെ പ്രകടമാകുന്നത്. നോക്കൂ, കേണൽ ബ്രൗൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കവിത ഏവം കവിക്കോ, കവിതയെയും കവിയെയും ഇസ്സത്ത് ദേനെ വാലേ ഹെ, ആദരിക്കുന്നവരാണ്, അഭിമാനി അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ്. ആദർ കർണേ വാലേ ഹെ എന്നും നൽകാം. അവരെ വളരെയധികം ആദരിക്കുകയും അവർക്ക് ഇസ്സത്ത് ദേനെ വാലേ ഹെ, ഇസ്സത്ത് ദേനെ വാല എന്ന് പറഞ്ഞാൽ അഭിമാനം നൽകുക, അവർക്ക് പരിഗണന നൽകുക, ആദരവ് നൽകുക, ഈ അർത്ഥത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കേണൽ ബ്രൗണിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കവിമാരെ കണ്ടാലും കവിത കേട്ടാലും അതിന് വല്ലാത്ത ആദരവ് നൽകുന്നു, അഭിമാനം നൽകുന്നു, അതിനെ പരിഗണന നൽകുന്നു. ദൂസരും കോ, മറ്റുള്ളവർക്ക് മാന്യത ദേനെ വാല ഭാവ്, മാന്യത നൽകുന്ന ഭാവം. ഉൻകെ സ്വഭാവ കി വിശേഷത ഹെ, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കവിത കെ കാരൺ, കവിതയുടെ കാരണത്താൽ 50 ആത്മിയോ കി ജാനെ, 50 ആളുകളുടെ ജീവൻ ബച്ച് ഗയീം രക്ഷപ്പെട്ടു. മേരാ തോ ഭൂഖാ രഹനെ കി ആദത്ത് ഹോ ഗയി ഹെ, എനിക്കാണെങ്കിൽ വിശന്നിരിക്കുക എന്നത് ആദത്ത് ഹോ ഗയി ഹെ, അതൊരു ശീലമായി പോയിട്ടുണ്ടല്ലോ. വിശപ്പ് സഹിക്കുക എന്നത് എനിക്കൊരു ശീലമായി പോയി എന്നാണ് പറയുന്നത്. ഗാലിബ് കോ, ഗാലിബിന് ബുഖാരഹ്നേക്ക് ആദത്ത്, വിശന്നിരിക്കാനുള്ള ആ ശീലം കൈസേ ഹുയി ഹോഗി, എങ്ങനെയായിരിക്കും ഹുയി ഹോഗി ഉണ്ടായിട്ടുണ്ടാവുക. സ്വതന്ത്രത സംഗ്രാം കെ സമയം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയം, ലോക ജനങ്ങൾ ഖാനെ പീനെ കി ചീസോം കെ ലിയെ, ഭക്ഷണ പദാർത്ഥങ്ങൾക്കുള്ള വസ്തുക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭക്ഷണമായി അല്ലെങ്കിൽ കഴിക്കാനും കുടിക്കാനുമുള്ള വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് തരസ്തേതെ കൊതിച്ചിരിക്കുകയായിരുന്നു. തരസ്നാന കൊതിക്കുക, കിട്ടാനായി അത്യധികം ആഗ്രഹിക്കുക എന്നതാണ്. ഭക്ഷണവും വെള്ളവും കിട്ടാതെ അവർ എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയിരുന്നുവെങ്കിൽ, അല്പം എവിടെന്നെങ്കിലും ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന രീതിയിൽ കൊതിച്ച് കഴിയുകയായിരുന്നു. തീരെ കിട്ടാത്ത അവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇസ്സെ, ഇതുകൊണ്ട് തന്നെ ഗാലിബ് അക്സർ ഭൂക്കാ രഹാ ഹോഗ, മിർസ ഗാലിബ് അക്സർ മിക്കവാറുമൊക്കെ ഭൂക്കാ രഹാ ഹോഗ, വിശന്നിരുന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശപ്പ് സഹിച്ചിട്ടുണ്ടാകും. ഭൂക്ക് സഹത്തെ സഹത്തെ, വിശപ്പ് അങ്ങനെ സഹിച്ച് സഹിച്ച്, ഉനേം അദ്ദേഹത്തിന് ബുഖാരഹ്നേക്ക് ആദത്ത് സി ഹുയി ഹോഗി, വിശന്നിരിക്കാനുള്ള ഒരു ശീലം പോലെ ഹുയി ഹോഗി ഉണ്ടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആയിത്തീർന്നതാവും. मैं कपड़ा गा रहा हूं, इससे ഗാലിബ് കി കിസ് ഹാലത്ത് കി ഓർ സങ്കേത് ഹെ. മറ്റൊരു ചോദ്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട് മേ കപ്പട ഖാ രഹാ ഹൂം, ഞാൻ വസ്ത്രമാണ് കഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയാണ് ചോദ്യം. ഇസ്സെ, ഇതിൽ നിന്ന്, ഈ വരിയിൽ നിന്ന്, ഗാലിബ് കി, മിർസ ഗാലിബിന്റെ, കിസ് ഹാലത്ത് കി ഓർ, ഏത് അവസ്ഥയിലേക്കാണ്, സങ്കേത് ഹെ, സൂചന കിട്ടുന്നത്, സൂചന നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഈ വാക്ക് ഏതിലേക്കാണ്, ഏത് അവസ്ഥയിലേക്കാണ് സൂചന നൽകുന്നത്. ഗാലിബ് അഖേല ജീവൻ ബിത്താ രഹേ ഹെ, മിർസ ഗാലിബ് അഖേല, ഒറ്റക്ക്, സഹായിക്കാൻ ആരുമില്ലാതെ, ജീവൻ ബിത്താ രഹേ ഹെ, ജീവിതം ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ഘർമേം, വീട്ടിൽ, ദാന പാനി, ധാന്യങ്ങളോ വെള്ളമോ, രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ഭക്ഷണ പദാർത്ഥം എന്നർത്ഥം വെക്കാം. കുച്ച് ബി, ഒന്നും തന്നെ, നെഹി ഹെ, ഇല്ല. ഉൻകെ ദോസ്ത്, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, ഏക്ക് ഏക്ക് ഹോക്കർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ഏക്ക് ഏക്ക് ഹോക്കർ, ഓരോരുത്തരായി മരേഗയെ, കൊല്ലപ്പെട്ടു. ജീനെ കേലിയെ, ജീവിക്കാൻ വേണ്ടി, വേ അദ്ദേഹം,
അപ്ന ബിസ്തർ ഔർ കപ്പടെ, തൻ്റെ വിരിപ്പുകളും വസ്ത്രങ്ങളും ബേച്ച് രഹേ വിറ്റുകൊണ്ടിരിക്കുന്നു. യഹാം ഇവിടെ യുദ്ധ കി ഭയാനകതാക്കോ, യുദ്ധത്തിൻ്റെ ആ ഭയാനകമായ അന്തരീക്ഷത്തെ ഭോഗ്നെ വാലെ സഹിച്ചു പോന്ന ഗാലിബിക്ക്, ഗാലിബിൻ്റെ ദയനീയ ദശ, ദയനീയമായ അവസ്ഥ ഹം ദേഖ് സക്തേ ഹെ, നമുക്ക് കാണാൻ സാധിക്കുന്നു. നോക്കൂ, ഗാലിബിനെ അപ്നി ഡയറി മേ, ഗാലിബ് തൻ്റെ ഡയറിയിൽ അപ്നി ദരിയ ദിലി, തൻ്റെ ആ കാരുണ്യം അല്ലെങ്കിൽ സഹാനുഭൂതി, അതുപോലെ തന്നെ ഹംദർദി, ഹംദർദി എന്ന് പറഞ്ഞാലാണ് സഹാനുഭൂതി, ദരിയ ദിലി എന്ന് പറഞ്ഞാൽ കാരുണ്യം. അപ്പം തൻ്റെ കാരുണ്യവും അതുപോലെ തന്നെ ഹംദർദിക്ക, അതുപോലെ തന്നെ സഹാനുഭൂതി, ഈ രണ്ടെണ്ണത്തിൻ്റെയും മിസാൽ, നല്ല ഒരു മാതൃക പേഷ് കിയാഹെ, ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയറിയിലൂടെ മാനുഷിക കാരുണ്യത്തിൻ്റെയും അതുപോലെ തന്നെ സഹാനുഭൂതിയുടെയും ഒക്കെ ഒരു മികച്ച ഉദാഹരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഡയറിയിലൂടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഐസെ ഉദാഹരൺ, ആ ഉദാഹരണങ്ങൾ പാഠഭാഗമേയും പാഠഭാഗത്തിൽ തലാശയും ഒന്ന് സെർച്ച് ചെയ്യാമോ, അന്വേഷിക്കാമോ? നോക്കൂ, ഗാലിബ് കാണിക്കുന്ന ആ ഒരു കാരുണ്യം സഹാനുഭൂതിയുടെ ഉദാഹരണമാണ്. ബൂഖി മെഹറുനീസ കെ ഘർ, ആ പട്ടിണി കിടക്കുന്ന മെഹറുനീസയുടെ വീട്ടിലേക്ക് റോട്ടിയാം പഹുഞ്ചായി, റൊട്ടികൾ, ഭക്ഷണം എത്തിച്ചു കൊടുത്തു എന്നത് അദ്ദേഹം കാണിക്കുന്ന കാരുണ്യത്തിൻ്റെയും സിമ്പതിയുടെയും മികച്ച ഉദാഹരണമാണ്. ശിവജിറാം കാണിക്കുന്നതോ, ശിവജിറാം ഭവിഷ്യക്കെ പ്രതി, ഈ ശിവജിറാം ഭാവിയിലേക്ക് ഉമ്മീദ് റഖ്നേക്ക സലാഹ് ദേത്താ ഹെ, പ്രതീക്ഷിച്ചിരിക്കാൻ, വിഷമിച്ചിരിക്കാതെ ഭാവിയിൽ എല്ലാം ഒരു നാൾ അവസാനിക്കും, നമുക്കൊരു നല്ല നാൾ വരുമെന്നുള്ള ഉമ്മീദ് റഖ്നേക്ക സലാഹ്, പ്രതീക്ഷ വെക്കാനുള്ള, നിരാശരാവാതെ പ്രതീക്ഷയിലിരിക്കാനുള്ള സലാഹ് ദേത്താഹെ, ഉപദേശം നൽകുന്നു. ഇവിടെ ശിവജിറാം എന്ന് 2 തവണ വന്നിട്ടുണ്ട്, അത് 1 മതി, ടൈപ്പിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ്. അപ്പം ശിവജിറാം ഭവിഷ്യക്കെ പ്രതി ഉമ്മീദ് റഖ്നേക്ക സലാഹ് ദേത്താ ഹെ, ശിവജിറാം ഭാവിയിലേക്ക് അല്ലെങ്കിൽ ഭാവി ജീവിതത്തെ പ്രതീക്ഷിക്കണമെന്നുള്ള സലാഹ് ദേത്താ ഹെ, ഉപദേശം നൽകുന്നു. ബാലമുകുന്ദ് എന്ന വ്യക്തി, ബാലമുകുന്ദിനെ പ്രതികൂൽ പരിസ്ഥിതി മേമ്പി, ബാലമുകുന്ദൻ എന്ന കുട്ടി പ്രതികൂലമായ പരിസ്ഥിതിയിലും സാഹചര്യത്തിലും ഗാലിബിക്ക് ചികിത്സാക്ക, ഗാലിബിൻ്റെ ചികിത്സക്കുള്ള പ്രബന്ധ് കിയ, അറേഞ്ച്മെന്റ് നടത്തി എന്നുള്ളത് അദ്ദേഹത്തോട് കാണിച്ച വല്ലാത്ത ഒരു സഹാനുഭൂതിയുടെയും കാരുണ്യത്തിൻ്റെയും ഉദാഹരണമാണ്. അതുപോലെ ഹരിഗോപാൽ തുഫ്ത എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ ഉദാഹരണം, ഹരിഗോപാൽ തുഫ്താനെ അദ്ദേഹം റൂപ്പയെ ഏവം കേഹു ബിജ്വാക്കർ, പണവും അതുപോലെ തന്നെ ഗോതമ്പും ബിജ്വാക്കർ അയച്ചു കൊടുത്തിട്ട് ഗാലിബ് കി മദദ് കി, മിർസ ഗാലിബിനെ സഹായിച്ചു. ഈ വ്യക്തികൾ കാണിച്ചതൊക്കെ സഹജീവികളോടുള്ള കാരുണ്യവും അതുപോലെ തന്നെ സഹാനുഭൂതിയുമാണ് അതിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ്. നോക്കൂ, ദില്ലി വാലോമേം ക്യോം ബഗ്ദഡ് മച്ച് ഗൈ, ഡൽഹി നിവാസികളിൽ ക്യോം എന്തുകൊണ്ടാണ് ബഗ്ദഡ്, പേടിച്ചോട്ടം എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കയ്യിൽ കിട്ടിയതുമായിട്ട് ഒളിച്ചോടുക, ഇങ്ങനെയുള്ള ഈ പരക്കം പാച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒളിച്ചോട്ടം, മച്ച് ഗൈ വ്യാപിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം നോക്കൂ, അംഗ്രേസോംനെ, ഇംഗ്ലീഷുകാർ ദില്ലി മേം ആത്തേ ഹി, ഡൽഹിയിലേക്ക് വന്നതോടെ തന്നെ സീതേ സാധേ, നിഷ്കളങ്കരായ ലോകം കോ, ജനങ്ങളെ മാർന ശുരു കർദിയ, കൊല്ലാൻ ആരംഭിച്ചു. ഉനോംനെ, അവർ ഗരീബോം കെ, പാവപ്പെട്ടവരുടെ ഘർ ബി, വീട് പോലും ജലാ ദിയെ, കത്തിച്ചു കളഞ്ഞു. ഗോരോം കെ ഡർസെ, വെള്ളക്കാരോടുള്ള ഡർസെ, ഭയം കൊണ്ട്, ദില്ലി വാലോമേ, ഡൽഹി നിവാസികളിൽ, ഭഗ്ദഡ്, പേടിച്ചോട്ടം, ഒളിച്ചോട്ടം, മച്ച് ഗൈ, വ്യാപിച്ചു. ഈ ഒളിച്ചോട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി കയ്യിൽ കിട്ടിയതുമായിട്ട് വേറെ മറ്റുള്ള സ്ഥലത്ത് പോയി ജീവിക്കുക, ഇതാണ് ഇവിടെ ഭഗ്ദഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നോക്കൂ, ലോകോംനെ ജനങ്ങൾ, ക്യോം എന്തുകൊണ്ടാണ്, ഗല്ലി ക ദർവാസ ആ തെരുവിൻ്റെ വാതിൽ, ബന്ദ് കർക്കെ അടച്ചിട്ട്, പത്ഥർ റഖ് ദിയ വലിയ പത്തർ കല്ല് റഖ് ദിയ വെച്ചത്. ഉത്തരം നോക്കൂ, മിർസ ഗാലിബ് കെ ഗല്ലി ക ഏക് ഹി ദർവാസ ഥ. മിർസ ഗാലിബിൻ്റെ ഗലീക്ക ആ തെരുവിനിക്ക്, ഏക് ഹി ദർവാസ ഒരേ ഒരു കവാടം ഥ ഉണ്ടായിരുന്നുള്ളൂ. ഗോരോം കെ ആനെ കെ ഡർസെ വെള്ളക്കാരുടെ, ആനെ കെ ഡർസെ വരവിനെ ഭയന്നുകൊണ്ട്, വെള്ളക്കാർ കടന്നു വരുമെന്നുള്ള ഭയം കൊണ്ട്, ലോകോംനെ ആ ജനങ്ങൾ, ഗല്ലി ക ദർവാസ ആ തെരുവിൻ്റെ വാതിൽ, ബന്ദ് കർക്കെ അടച്ചിട്ട്, പത്ഥർ റഖ് ദിയ കല്ല് വലിയ പാറക്കല്ല് അവിടെ വെച്ചു. മറ്റൊന്ന് നോക്കൂ, ഇൻ ദോനോം ഹി ജഗഹോമേ ഈ രണ്ടു സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ ഒന്ന് ജയിലാണ്, മറ്റത് പോലീസ് കസ്റ്റഡി. ഈ രണ്ട് സ്ഥലങ്ങളിലും ബേഷുമാർ എണ്ണമറ്റ, ബേ ഗുനാഹോം കോ നിരപരാധികളായ ആളുകളെ, ടൂസ് ടൂസ് കർ ഭർ ദിയാ ഗയാ ഹെ. ടൂസ് ടൂസ്ന എന്ന് പറഞ്ഞാൽ കുത്തി നിറക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ നിരപരാധികളായ ആളുകളെ കുത്തി കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു. ഇസ്കദർ ഇത്രത്തോളം, ഭർ ദിയാ ഗയ ഇത്രത്തോളം കുത്തി നിറക്കപ്പെട്ടു, കി എത്രത്തോളം എന്നാൽ, ലഗ്താഥ അത് നമുക്ക് തോന്നുമായിരുന്നു, അത് കാണുമ്പോൾ നമുക്ക് തോന്നുമായിരുന്നു, ആത്മീ കെ ഭീതർ ആത്മീ സമായ ജാരഹാഹോ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ മറ്റൊരു വ്യക്തിയെ നിറച്ചതാണോ എന്ന് തോന്നുമായിരുന്നു. കൈദ് ഖാനോം കി ഈ ജയിലറയുടെ കോൻസി ഹാലത്ത് ഏത് അവസ്ഥയാണ്, ഇസ് സേ ഈ വരികളിൽ നിന്ന് സ്പഷ്ട ഹോത്തി ഹെ വ്യക്തമാകുന്നത്. നോക്കൂ, ഖൈദ് ഖാനും കി ഹാലത്ത് ഈ ജയിലറയുടെ അവസ്ഥ, ബഡി ദർദ് നാഖ്ദി വളരെ ഭയാനകവും വേദനാജനകവുമായിരുന്നു. ദർദ് എന്ന് പറഞ്ഞാൽ പെയിൻ, വേദന, വളരെ വേദനാജനകമായിരുന്നു. തങ് ജഗഹോം പർ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ, അനേകോം കോ അനേകമാളുകളെ, ഭർ ദിയാഥ നിറച്ചിട്ടുണ്ടായിരുന്നു. ഇച്നി കഠിനായി ഥി ഇത്ര പ്രയാസകരമായിരുന്നു, കി എത്രത്തോളം എന്നാൽ, സാസ് ലേനെ തക്ക് ശ്വാസമെടുക്കുന്നത് വരെ, മുഷ്കിൽ ധി പ്രയാസകരമായിരുന്നു. ഇസ്സെ ഇതുകൊണ്ട്, ഖൈദ് ഖാനോമേം ഈ ജയിലറക്കുള്ളിൽ, ഹസാറോം കി മൃത്യു ആയിരക്കണക്കിനാളുകളുടെ മൃത്യു ഹോത്തിദി മരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഖൈദ് ഖാനോം കി ഇസ് ഹാലത്ത് കെ ഈ ജയിലറയുടെ, ഇസ് ഹാലത്ത് കെ ഷിക്കാർ ഈ അവസ്ഥയുടെ ഇര, ബേഗുനാഹ് ലോക് ദേ തികച്ചും ബേഗുനാഹ് ലോക് നിരപരാധികളായ ആളുകളായിരുന്നു. നോക്കൂ, ദില്ലി കെ ബഡേ ഹാക്കിം ഡൽഹിയിലെ വലിയ ഭരണാധികാരിയായ ഹഡ്സൺ എന്ന് പറയുന്ന വ്യക്തി, കേസെ ആത്മീയതേ അദ്ദേഹം എങ്ങനെയുള്ള എപ്രകാരമുള്ള വ്യക്തി ആയിരുന്നു. ഹഡ്സൺ ഏക് ക്രൂർ ആത്മീയത ഹഡ്സൺ ഒരു ക്രൂരനായ വ്യക്തിയായിരുന്നു. ഹിന്ദുസ്ഥാനിയും കാ ഖൂൻ കർണേമേ ഇന്ത്യക്കാരായ ആളുകളെ ഖൂൻ കർണേമേ കൊല്ലുക എന്നതിൽ ഉസ്സേ അവന് ബഡാ മസ ആതാഥ വലിയ രസം തോന്നുമായിരുന്നു. ഇന്ത്യക്കാരെ കൊന്നൊടുക്കുക എന്നത് അവന് വല്ലാത്ത ഒരു രസമായിരുന്നു, കളിയായിരുന്നു. നോക്കൂ, ഗരീബ് മെഹറുന്നീസാക്കി സഹായത പാവപ്പെട്ട മെഹറുന്നീസയുടെ അല്ലെങ്കിൽ മെഹറുന്നീസക്ക് വേണ്ടിയുള്ള സഹായം ഗാലിബിനെ നമ്മുടെ മിർസ ഗാലിബ് കേസേക്കി എങ്ങനെയാണ് ചെയ്ത് കൊടുത്തത്. നോക്കൂ, മെഹറുന്നീസ ഘർ ഘർ മെഹറുന്നീസ എന്ന സ്ത്രീ ഓരോ വീടുകളിലും ഝാഡു ലഗാക്കർ അടിച്ചുവാരിയിട്ട്
തൂത്ത് വൃത്തിയാക്കിയിട്ട് അപ്ന ഗുസർ ബസർ കർത്തീതി തൻ്റെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. അംഗ്രേസോം കെ ഡർസെ ഇംഗ്ലീഷുകാരുടെ ഭയം കൊണ്ട് ദില്ലി വാലെ ഭാഗ് ഗയെ ഡൽഹി നിവാസികളിൽ ഭൂരിഭാഗം ആളുകളും ഓടിപ്പോയി. മെഹറുനീസ ആ സമയത്ത് മെഹറുനീസ കാം ന മിൽനേസെ ജോലിയൊന്നും ന മിൽനേസെ കിട്ടാത്തത് കൊണ്ട് ഭൂഖി വിശന്ന് പട്ടിണി കിടന്ന് മർനെ ലഗി മരിക്കാൻ തുടങ്ങി. തബ് അപ്പോൾ ഗാലിബിനെ മിർസ ഗാലിബ് അപ്നെ ഹിസ്സെ കി റോട്ടിയാം തനിക്ക് കഴിക്കാനായിട്ടുള്ള റൊട്ടി ഭക്ഷണത്തെ മെഹറുനീസ കെ ഘർ മെഹറുനീസയുടെ വീട്ടിലേക്ക് ബിജുവാക്കർ അയച്ചു കൊടുത്തിട്ട് സ്വയം ഭൂഖാരഹ വിശപ്പ് സഹിച്ചു. തനിക്ക് കഴിക്കേണ്ട ഭക്ഷണത്തെ അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് വളരെ കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ച് ബാക്കി വിശപ്പ് സഹിച്ചു കൊണ്ടിരുന്നു. ഇപ്രകാരത്തിലാണ് ഉന്നോംനെ അദ്ദേഹം വേ പ്ലസ് നെ വേനെ എന്നല്ല പറയാ ഉന്നോംനെ അതിൽ വേ എന്നതിലേക്ക് മാത്രമേ അർത്ഥമുള്ളൂ, നേ എന്നതിലേക്ക് അർത്ഥമില്ല. അതുകൊണ്ട് ഉന്നോംനെ എന്നതിലേക്ക് വേ എന്ന സർവനാമത്തിന്റെ അർത്ഥമാണ് വെക്കേണ്ടത്. അവർ എന്നോ അവ എന്നോ അദ്ദേഹം എന്നോ മൂന്നർത്ഥത്തിൽ ഏതെങ്കിലും ഒന്നാണ്. ഇവിടെ അദ്ദേഹം എന്നാണ് അർത്ഥം. മെഹറുനീസ കി മദദ് കി മെഹറുനീസയെ സഹായിച്ചത്. നോക്കൂ, മുझे എനിക്ക് ജിന്ദഗി ജീവിതം എനിക്കെൻ്റെ ജീവിതം ബാലമുകുന്ദ് കി മദദ് സേ ഹി ബാലമുകുന്ദൻ എന്ന കുട്ടിയുടെ സഹായം കൊണ്ട് തന്നെയാണ് വാപ്പസ് മിലി തിരികെ ലഭിച്ചത്. അസുഖമായി കിടക്കുന്ന സമയത്ത് ബാലമുകുന്ദന്റെ സഹായം കൊണ്ടാണ് അദ്ദേഹത്തിന് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഗാലിബ് കായഹ് കഥൻ ഗാലിബ് പറഞ്ഞ ഈ പ്രസ്താവന, ഈ പറച്ചിൽ ക്യാ സന്ദേശ് ദേതാ ഹെ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഗാലിബ് അവിടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സംഭവമുണ്ട്. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? നോക്കൂ, ജാതി ധർമ്മ കെ നാം പർ ഇന്നത്തെ അവസ്ഥ കൂടി മനസ്സിലാക്കണം. ജാതിയുടെയും മതത്തിൻ്റെയും നാം പർ പേരിൽ ലോക ജനങ്ങൾ അക്സർ മിക്കവാറും ജഗടത്തേഹെ കലഹിക്കുകയാണ്, തമ്മിലടിക്കുകയാണ്. ലേക്കിൻ പക്ഷേ യഹാം ഇവിടെ ഈ സമയത്ത് മുസീബത്ത് കെ സമയ് ഇവിടെ എന്ന് പറയുന്നത് ഗാലിബിന്റെ കാലഘട്ടത്തിൽ മുസീബത്ത് കെ സമയ് പ്രയാസമുണ്ടായ സമയത്ത് ബാലമുകുന്ദൻ എന്ന കുട്ടി ജാതി ധർമ്മ ക പർവാഹ് കിയേ ബിന ജാതി മതത്തിന്റെ അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിന്റെയോ ചിന്ത കാണിക്കാതെ ഗാലിബ് കി മദദ് കർത്താ ഹെ ഗാലിബിനെ സഹായിക്കുന്നു. മുസീബത്ത് കെ സമയ് ഒരു പ്രയാസത്തിന്റെ ദുരിതത്തിന്റെ സമയത്ത് ജാതി ധർമ്മ കി ഭാവന നഹി ജാതി മതത്തിന്റെ ഭാവനയല്ല കാണിക്കേണ്ടത്. ആപ്പസി സഹകാരിതാഹി പരസ്പരമുള്ള സഹായം തന്നെയാണ്. സഹായക് ബൻ ജാതി ഹെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കലും ഒരു സഹായകനായി ബൻ ജാതി ഹെ മാറുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. യഹി സന്ദേശ് ഈ മെസ്സേജ് ഗാലിബ് കെ ഇസ് കഥൻ സെ മിൽത്താ ഹെ ഗാലിബിന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് ആ വാക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഒരാൾക്കൊരു പ്രയാസമുണ്ടാകുന്ന സമയത്ത് ജാതിയും മതവും നോക്കിയിട്ടല്ല, അവിടെ പരസ്പര സഹായം തന്നെയാണ്. അതുപോലെ തന്നെ സഹായക ബൻ ജാതി ഹെ നമ്മളൊരു സഹായിയായി തീരലാണ് വേണ്ടത് എന്ന നല്ലൊരു മെസ്സേജ് അദ്ദേഹത്തിന്റെ ആ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നോക്കൂ, ദൂസരെ ലോക് മറ്റുള്ളവർ ജിസ് തരഹ് സെ റോട്ടിയാം ഖാത്തെ ഹെ ഏത് തരത്തിലാണോ ഭക്ഷണം കഴിക്കുന്നത്, മേം എന്നാൽ ഞാൻ കപ്പടേ കറഹാവും അതായത് മറ്റുള്ളവരൊക്കെ അവർ കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ചതിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ആരുമില്ലാതെ എനിക്ക് അധ്വാനിക്കാൻ കഴിയാത്ത അവസരത്തിൽ ഞാൻ ജീവിച്ചത് കപ്പടേക്കാരഹാവും തൻ്റെ ഭക്ഷണത്തെ കഴിച്ചു തൻ്റെ വസ്ത്രത്തെ കഴിച്ചുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വസ്ത്രത്തെ കഴിക്കാൻ തുടങ്ങി. ഇസ്ക മത്ലബ് ക്യാ ഹെ എന്താണ് ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത്? വസ്ത്രത്തെ കഴിക്കുക തന്നെയാണോ, അതല്ലെങ്കിൽ വസ്ത്രത്തെ വിറ്റുകൊണ്ട് ഭക്ഷണം കഴിച്ചു എന്നാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അപ്പിനി കവിത കെ ബിന തൻ്റെ കവിതയെ കൂടാതെ ഗാലിബ് കോ മിർസ ഗാലിബിന് ആജീവിക ചലാനേക്ക കോയി മാർഗ് നഹീത തൻ്റെ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല.
കവിത എഴുതി അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ലേക്കിൻ പക്ഷേ അംഗ്രേസോം കെ ശാസൻമേം, ഇംഗ്ലീഷുകാരുടെ ശാസൻമേം ഭരണത്തിൽ യഹ് മുഷ്കിൽ ഹോ ഗയ, ഇത് വല്ലാത്ത പ്രയാസകരമായി തീർന്നു. തബ് അപ്പോൾ അപ്പിനെ ബിസ്തർ കപ്പടെ, തൻ്റെ വീട്ടിലെ വിരിപ്പുകളും വസ്ത്രങ്ങളും ബേച്ച് ബേച്ച് കർ, വിറ്റ് വിറ്റ്, ഉസ് പൈസേസെ, അങ്ങനെ കിട്ടുന്ന ആ പണം കൊണ്ട് ജിന്ദഗി ഗുസാർനെ ലഗ, തൻ്റെ ജീവിതം മുന്നോട്ട് കഴിച്ചു കൂട്ടാൻ തുടങ്ങി. കപ്പടെ ഗാനെ കാ മത്ലബ്, ഇവിടെ വസ്ത്രം കഴിക്കുക എന്നതിൻ്റെ ഉദ്ദേശം യഹാം കപ്പടെ ബേച്ച് കർ, വസ്ത്രത്തെ വിറ്റ്, റോട്ടി ഖരീദ് കർ, ഭക്ഷണം വാങ്ങിയിട്ട് ഖാനാഹെ, കഴിക്കുക എന്നതാണ്. ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട വാക്കർത്ഥങ്ങളാണ്. ഇതൊക്കെ കൃത്യമായി നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുകയും അല്പാൽപമായി കൊണ്ട് നിർബന്ധമായും ഈ അർത്ഥങ്ങളെ നമ്മൾ പഠിക്കുകയും ചെയ്യണം. എത്ര അർത്ഥം നമുക്കറിയുമോ അത്രത്തോളം ഒരു ലാംഗ്വേജ്, വേർഡ് മീനിങ്സ് അറിയുന്നവർക്ക് കൂടുതലായി ലാംഗ്വേജിൽ പെർഫോം ചെയ്യാൻ കഴിയും, നന്നായിട്ടത് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് പരമാവധി ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ധന്യവാദ്.